40 വർഷത്തെ കാത്തിരിപ്പ് തടസ്സപ്പെടുത്തി കയ്യേറ്റം. കാരക്കാപാപ്പന്നൂർ റോഡ് നവീകരണം വൈകുന്നു. ജനകീയ സമരത്തിനൊരുങ്ങി ഭിന്നശേഷി സംഘടന. തിരൂരങ്ങാടി മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡിൽപ്പെട്ട കാരക്കാപാപ്പന്നൂർ റോഡ് നവീകരണം 40 വർഷത്തിലേറെയായി അനിശ്ചിതത്വത്തിൽ. റോഡിന്റെ ഒരു ഭാഗത്തുള്ള കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകാത്തതാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത്. താലൂക്ക് സർവേ നടപടികളിൽ കയ്യേറ്റം വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതാണ്. റോഡിന്റെ കിഴക്കുഭാഗത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥരായ കയ്യേറ്റക്കാർ കയ്യേറിയ ഭാഗങ്ങൾ പൊളിച്ചുമാറ്റാൻ തയ്യാറാകാത്തതാണ് റോഡ് വികസനത്തിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കുടുംബങ്ങളും വയോജനങ്ങളും കിടപ്പുരോഗികളും റോഡിന്റെ ദയനീയമായ ശോചനീയാവസ്ഥ കാരണം നിത്യേന വലിയ യാത്രാദുരിതമാണ് അനുഭവിക്കുന്നത്. നീണ്ട നിയമപോരാട്ടം. വീണ്ടും നടപടി വൈകുന്നു. കയ്യേറ്റം നീക്കുന്നതുമായി ബന്ധപ്പെട്ട നീണ്ട നിയമപോരാട്ടങ്ങളാണ് നടക്കുന്നത്. 2023 താലൂക്ക് സർവേ റിപ്പോർട്ട് മുൻനിർത്തി പഞ്ചായത്ത് കയ്യേറ്റക്കാർക്ക് ഒഴിയാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ സംബന്ധിച്ച് 2025 കേസ് വിധി വന്നതിനെ തുടർന്ന് പഞ്ചായത്ത് വീണ്ടും നോട്ടീസ് അയച്ചെങ്കിലും കയ്യേറ്റക്കാർ വീണ്ടും സ്റ്റേ വാങ്ങുകയായിരുന്നു. 2026 ജൂൺ 17 ഈ കേസിൽ കോടതി അന്തിമവിധി പ്രഖ്യാപിച്ചു. തുടർന്ന് 15 ദിവസത്തിനകം കയ്യേറ്റങ്ങൾ സ്വയം പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ കയ്യേറ്റക്കാർക്ക് ഔദ്യോഗിക അറിയിപ്പ് നൽകി. എന്നാൽ നോട്ടീസ് കാലാവധിയായ 15 ദിവസം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കുകയോ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് തുടർനടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. സെക്രട്ടറിയെ ഉപരോധിച്ചു. സമര മുന്നറിയിപ്പുമായി വോയിസ് ഓഫ് ഡിസേബിൾഡ്. പഞ്ചായത്തിന്റെ നയത്തിനെതിരെ വോയിസ് ഓഫ് ഡിസേബിൾഡ് ഭിന്നശേഷി സംഘടനയുടെ നേതൃത്വത്തിൽ ഭാരവാഹികൾ പഞ്ചായത്ത് സെക്രട്ടറിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിച്ചു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് നാസർ മനയിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം റഫീഖ് തിരൂർ, യൂനുസ് കെ. പടിക്കൽ, സലാം തെന്നല, പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ ഇസ്മായിൽ ആലുങ്ങൽ, സഗ്ന പള്ളിയാളി, ഹഫ്സത്ത് പുളക്കോട് എന്നിവരുടെ നേതൃത്വത്തിലാണ് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയത്. നിലവിൽ താൽക്കാലിക ചുമതലയുള്ള സെക്രട്ടറിയാണ് ഉള്ളതെന്നും അടുത്ത ആഴ്ച പുതിയ സ്ഥിരം സെക്രട്ടറി ചുമതലയേറ്റെടുക്കുന്നതോടെ കയ്യേറ്റങ്ങൾ നീക്കുന്നതിൽ അടിയന്തര തുടർനടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ ഉറപ്പു നൽകി. എന്നാൽ ഇനി വൈകിക്കാതെ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്ന് ഭിന്നശേഷി സംഘടനാ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. മുനിയൂർ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ ഓഫീസിൽ കയറി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് താൽക്കാലിക ചുമതലയുള്ള ഒരു സെക്രട്ടറിയാണ്, സ്ഥിരം ചുമതലയുള്ള സെക്രട്ടറി തിങ്കളാഴ്ച ചാർജ് എടുക്കുമെന്ന് പറഞ്ഞ. അപ്പോൾ വേണ്ട റിപ്പോർട്ടുകളെല്ലാം പുതിയ സെക്രട്ടറിക്ക് കൈമാറിയതിന് ശേഷം ഇത് വേണ്ട നടപടി എടുക്കാമെന്നാണ് പറഞ്ഞേക്കണം. നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങളൊരു ജനകീയ പോരാട്ടത്തിലോട്ട് ഇത് കടക്കേണ്ടി വരും. അത് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിനോട് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തുടർ നടപടികളെല്ലാം ഞങ്ങളൊരു ജനകീയ പോരാട്ടത്തിൽ കൂടി തന്നെ നടത്താൻ തീരുമാനിച്ചേക്കണേണ്. അതിന് മുന്നോടിയായിട്ടാണ് സെക്രട്ടറിയെ ഞാൻ സന്ദർശിച്ചത്. അപ്പോൾ പറഞ്ഞേക്കണത് പുതിയ സെക്രട്ടറി വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ എന്തായാലും അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്.